ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലേവർ ടൈൽ. ഇത് നമുക്ക് ചക്ക വരട്ടാനാണ് ഉള്ള പരിപാടി കേട്ടോ. നല്ല ചക്ക കിട്ടിയിട്ടുണ്ട്. ചക്ക ചോള നല്ല മനോഹരമായ ഗോൾഡൻ കളറിലുള്ള ചക്ക, നല്ല മധുരമുണ്ട് കേട്ടോ. ചക്ക സെലക്ട് ചെയ്യുമ്പോൾ നല്ല പഴുത്ത ചക്ക തന്നെ തിരഞ്ഞെടുക്കണം. ചക്ക സൂക്ഷിച്ച് വയ്ക്കാനായിട്ടുള്ള പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ പഴുത്ത ചക്ക വരട്ടി വയ്ക്കുക എന്നുള്ളത്. ആ രീതിയിൽ അത് ഒതൻറ്റിക് സ്റ്റൈലിൽ തന്നെ നമ്മൾ വരട്ടാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടി നമുക്ക് കിട്ടിയ ചക്ക നമ്മൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് അതിൽ നിന്ന് ചുള പറിച്ചെടുത്തിട്ട് കുരു നീക്കണം. ചക്കയുടെ പോഷകഗുണങ്ങൾ ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടത്തെക്കാളും അറിവ് കൂടി ജനങ്ങളെല്ലാവരും തന്നെ ചക്ക ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചക്കയുടെ ഒരു സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കയുടെ ക്വാളിറ്റി കുറയും. ഇത് മഴയുടെ സീസൺ എത്തിയപ്പോൾ ചക്കയുടെ മധുരം അല്പം കുറഞ്ഞുണ്ട്. എന്നിരുന്നാലും പിന്നീട് നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇത് വരട്ടി വയ്ക്കുകയാണ്. മാർക്കറ്റ് പ്രൈസ് വരട്ടിയ ചക്കയ്ക്ക് 700 രൂപയുണ്ട് കേട്ടോ. നമ്മൾക്ക് അതിൻ്റെ ഒരു കാൽ ഭാഗം നമുക്കിത് വരട്ടാൻ വേണ്ടു. അപ്പോൾ നമ്മൾ 1 കിലോ അതിന് 1 കിലോ ചോള എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം തുല്യ അളവിൽ തന്നെ ശർക്കര ചേർക്കാം. അത് നല്ല മധുരം കിട്ടും കേട്ടോ. പിന്നീട് നമുക്ക് പായസം ഉണ്ടാക്കാനോ മറ്റുള്ള ഈവൻ കേക്ക് ഉണ്ടാക്കാനോ അട ഉണ്ടാക്കാനോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് വേണ്ടി ഇത് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്ത ചക്കച്ചോള കുക്കറിലിട്ട് അല്പം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കാരണം ഒത്തിരി ജ്യൂസി ഉള്ളതല്ലേ. അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു ഉരുളി തന്നെ എടുക്കുക. ഉരുളി നിങ്ങൾക്ക് ഓട്ടുരുളി ഉണ്ടെങ്കിൽ ഓട്ടുരുളി ഉചിതമായിരിക്കും. അത് തീയിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം ഒരല്പം നേരത്തെ പ്രോസസ്സാണ്. അല്പം നേരം നമുക്ക് വരട്ടാനുണ്ട്. അപ്പം നല്ലൊരു ഒരു വലിപ്പം കൂടിയ ഉരുളിയാണ് നല്ലത്. കാരണം പൊട്ടിത്തെറിച്ച് അല്പമൊക്കെ അങ്ങനെ ചിന്നി ചേറി കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം എന്താ മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ട് പ്യൂരി അടിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് അടിക്കുക. ആ പേസ്റ്റാണ് നമ്മൾ ഇനി റോസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിന് നമ്മളത് 1 കിലോ ശർക്കര തന്നെ 1 കിലോ ചക്കയ്ക്ക് 1 കിലോ ശർക്കര പാനി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. അതിലിട്ട് നമ്മളിനി കുക്ക് ചെയ്ത് അല്പം സമയം എടുക്കും കേട്ടോ. അതിന് നമ്മൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഗീ ചേർക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെളിച്ചെണ്ണയായാലും നല്ല വെളിച്ചെണ്ണയായാലും കുഴപ്പമില്ല കേട്ടോ. 2-3 സ്പൂണ് മാത്രം നമ്മൾ ചേർക്കുന്നുണ്ട്. വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇത് പായസം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പരുവത്തിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലോ മറ്റുള്ള പാലുകൾ എന്തെങ്കിലും ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കണമെങ്കിൽ ഇനിയും വെള്ളത്തിൻ്റെ അംശം കുറയുന്ന രീതിയിൽ വരട്ടിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ അല്പം സ്പൈസസ് ചേർക്കുക. കാടമം, നമ്മുടെ ഏലക്കായും അല്പം ജീരകവും ചുക്കും കറിവേപ്പിലയും എല്ലാം കൂടി പൊടിച്ച് നല്ല പൊടി അത് അവസാന ഘട്ടത്തിലിട്ടാൽ മതി. ഒരു സ്പൈസസും മുന്നേ ഇടരുത്. കാരണം അതിൻ്റെ സ്പൈസസ് നഷ്ടപ്പെടാനുള്ള അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഏകദേശം നല്ല ഹൽവ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചക്ക വരട്ടി ഇത് റെഡിയാണ്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം മറക്കല്ലേ. നല്ല സ്വാദിഷ്ടമായതാണ്. തന്നെ നമുക്ക് കൂടുതൽ കാലം വയ്ക്കാനും നിങ്ങൾ ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ 6-7 മാസം വയ്ക്കാം. പുറത്ത് വെച്ചാലും പെട്ടെന്നൊന്ന് കേടാവാനുള്ള സാധ്യത കുറവാണ്. തീർച്ചയായും നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണേ. കൂടുതൽ റെസിപ്പികൾ നമ്മുടെ ചാനലുണ്ട്. തീർച്ചയായും നിങ്ങൾ കാണണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. Thank you to everybody. Suggestive Flavor Tile. Enjoy the life. Bye.